ദേ ഒരു ചോദ്യം നോക്ക്, കിടിലൻ ചോദ്യമാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ x/1 + x all raised to 4 നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതിലുള്ള എക്സ് ഡി എക്സ് അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഈ 1 + x⁴ x² എന്നാക്കി മാറ്റുക. എന്നിട്ട് ടിക്ക് പകരം നിങ്ങൾ x² കൊടുക്കുക. അങ്ങനെയാണ് രണ്ട് ഭാഗത്തും വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ dt/dx = x² ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2x കിട്ടും. ഇനി ഇവിടെ ഒരു x dx ഇല്ലേ, നമുക്ക് അത് റീപ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ dx ഇങ്ങോട്ട് കൊണ്ടുപോയി ആ *2 ലെഫ്റ്റിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ അതാ നോക്കിക്കേ, dt/2 = x dx എന്ന് വന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഡി എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? dt/2 എന്ന് കൊടുക്കാം. 1 + x² പകരം t കൊടുക്കാം. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ 1 + t², കാരണം x² പകരം t കൊടുത്തത്. ഇനി നിങ്ങൾ പറ, ഈ 1/2 കോൺസ്റ്റന്റാ. ഓക്കെ, പിന്നെ അവിടെ ബാക്കിയുള്ളത് dt/1 + t², dt/1 + t². 1/1 + x² ഇന്റഗ്രൽ എന്താ? tan ഇൻവേഴ്സ് x. അപ്പോൾ 1/1 + t² ഇന്റഗ്രൽ എന്താ? tan ഇൻവേഴ്സ് t. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരിക എന്നറിയോ? 1/2 tan ഇൻവേഴ്സ് t + c. നിങ്ങൾ ടിയെ നിങ്ങൾ എന്താണോ വെച്ച് റീപ്ലേസ് ചെയ്തത് അത് നിങ്ങൾ അവസാനം ആൻസറിൽ മാറ്റണം. അപ്പോൾ ടിക്ക് പകരം x² കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/2 tan ഇൻവേഴ്സ് x² + c. ഒരു അടിപൊളി ചോദ്യമാണ്, പഠിക്കാം കേട്ടോ.